കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ പ്രകാശൻ ദേഷ്യം പൂണ്ടിങ്ങ് വന്നു. ശാരിയെയും അതുപോലെ തന്നെ സരയുനെയും കണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും ആണെങ്കിലോ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു സ്വഭാവക്കാരാണല്ലോ. അവർ രണ്ടുപേരും അവരുടെ ആ ഒരു പാർട്ട് നല്ല ഭംഗിയായിട്ട് അങ്ങ് അവതരിപ്പിക്കുകയാണ്. പ്രകാശൻ എന്തായാലും പറയുന്നുണ്ട്, കല്യാണി എന്ന് പറയുന്ന ആ മകള് അവളുടെ തലവെട്ടം കണ്ടതിനു ശേഷമാണ് താൻ ഇത്രയും വലിയൊരു ദുഃഖത്തിൽ വീണു പോയത്. തന്റെ മകനെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചാല് അവിടെ അവന്റെ തോൽവിയും കല്യാണിയുടെ വിജയവും ഒക്കെയാണ് ഞാൻ കാണേണ്ടി വരുന്നത്. ഇനി എനിക്കത് കണ്ടു നിൽക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് രാഹുലിന്റെ സഹായമാണ് വേണ്ടത് എന്ന് പറയുമ്പം രാഹുലേട്ടൻ ഇപ്പൊ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലല്ലോ. അദ്ദേഹം സമനില തെറ്റിയ അവസ്ഥയിൽ ആശുപത്രിയിലാണ്. എങ്ങനെ തെറ്റാതെ ഇരിക്കും ശാരി? എങ്ങനെയാണ്? ഇതുപോലെയുള്ള കാര്യങ്ങളല്ലേ ഇവരെല്ലാരും കൂടി ചേർന്ന് വെച്ചിരിക്കുന്നത്. അപ്പം ശാരിയാണെങ്കിലോ ഞങ്ങൾ വിചാരിച്ചതാണ് സോണിയുടെ കല്യാണം, അത് മുടങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ കല്യാണം വളരെ ഗംഭീരമായിട്ട് നടന്നു. അതിലെല്ലാം രാഹുലേട്ടന് ഒരുപാട് വിഷമമുണ്ട്. അതുമാത്രമല്ല പെങ്ങളും അളിയനും കൂടി ഒത്തു. അപ്പം അതുമൊക്കെ രാഹുലേട്ടനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും കിരണും കല്യാണിയും നമ്മുടെ സോണിയും ആൽബിയും ഒക്കെ കൂടി ഇവരുടെ വീട്ടിൽ വിരുന്ന് വന്ന കാര്യങ്ങൾ പ്രകാശൻ ഇങ്ങനെ സരയുടെ അടുത്ത് പറയുകയാണ്. മോളെ, ഞാൻ എത്രമാത്രം വെറുക്കുന്ന ആൾക്കാരെയാണ് എൻ്റെ മരുമകൾ എന്ന് പറയുന്നവള് വീട്ടിൽ വിളിച്ചു കയറ്റിയത്. അവളെയാണ് ആദ്യം ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കേണ്ടത്. എൻ്റെ മകന് നല്ലൊന്നാന്തരം ഒരു ബന്ധം കിട്ടിയേനെ. പക്ഷെ അവിടെയും എൻ്റെ മകനെ ഇവരെല്ലാരും ചേർന്ന് ചതിക്കുകയാണ് ചെയ്തത്. ഇനി എനിക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, കല്യാണി അവളുടെ ജീവിതം അത് അവസാനിപ്പിച്ച് വെക്കണം. അല്ലെങ്കിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ മകന്റെ സങ്കടം എനിക്ക് കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് പ്രകാശൻ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സരയു പറയുന്നുണ്ട്, അങ്കിള് വലിയ മെക്കാനിക്കൊക്കെ അല്ലേ, അപ്പൊ നിങ്ങൾക്ക് ആ വണ്ടിയിൽ എന്തെങ്കിലും ഒരു കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെ കൊല്ലാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പം അത് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തതാണല്ലോ, അതിന്റെ പരിണിത ഫലം എൻ്റെ മകൻ അനുഭവിക്കുകയും ചെയ്തതാണ്. ഇനി ഒരിക്കലും അത്തരത്തിലുള്ള ഒരു കാര്യമായിരിക്കില്ല താൻ ചെയ്യുന്നത്. പക്ഷേ അവളെ വെള്ള പുതച്ച് ഞാൻ കിടത്തിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് പുള്ളി അവിടുന്ന് പോകുമ്പം അമ്മയും മകളും കൂടി നിന്ന് പറയാണ്, അതെ അമ്മേ, ഇങ്ങനെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇയാള് തന്നെ കല്യാണിയുടെ ശല്യം ഒഴിവാക്കും. പിന്നെ അച്ഛൻ ഇപ്പൊ ആശുപത്രിയിലായത് കൊണ്ട് തന്നെ അച്ഛന് പേടിക്കാനും ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ആശുപത്രി കിടക്കയിൽ പതിയെ ബോധമൊക്കെ തെളിഞ്ഞു. നമ്മുടെ ബഗാസുരൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കാലിൽ വലിയൊരു ചങ്ങലപ്പൂട്ടാണ്. അപ്പൊ നോക്കുമ്പോഴത്തേക്കിനും തന്നെ ഇവിടെ പെടുത്തി കിടത്തിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ മനോഹർ ആണെങ്കിലോ ഡോറിന്റെ അവിടെ വന്ന് എത്തി നോക്കുക. എടാ ഇങ്ങനെ വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് പറയുമ്പം നല്ല ഒന്നാന്തരം കിടപ്പാണല്ലേ കിടക്കുന്നത്. എങ്ങനെയുണ്ട്, സുഖമല്ല അമ്മായി അച്ഛാന്ന് ചോദിക്കുകയാണ് നമ്മുടെ മനോഹർ. അപ്പൊ മനുവിനോട് പറയുന്നുണ്ട്, നീയാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ഭ്രാന്തും ഇല്ലാത്ത എന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് മുഴുഭ്രാന്തനാക്കാൻ നോക്കുകയല്ലേ. എനിക്ക് മനസ്സിലായടാ നിന്റെ മനസ്സിലിരിപ്പ്. അതെ, നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ ചെയ്തു കൂട്ടി അത്രയും പാപങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്തായാലും നിങ്ങൾ സരയിനോടും അവളുടെ അമ്മയോടും ഒക്കെ ചെയ്തത് വലിയ കൊടും ചതി തന്നെയല്ലേ. അതും പോരാഞ്ഞിട്ട് നിങ്ങളുടെ പെങ്ങളോട് നിങ്ങൾ ചെയ്തത് എന്താണ്? അവരെയും അവരുടെ ഭർത്താവിനെയും തമ്മിൽ 10-25 കൊല്ലമല്ലേ നിങ്ങളങ്ങ് അകറ്റി നിർത്തിയത്. എന്നിട്ട് നിങ്ങൾക്ക് സമാധാനമായോ? നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ശിക്ഷയാണ് നിങ്ങളിപ്പോ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നതെന്ന മനു നമ്മുടെ രാഹുലിന്റെ മുഖത്ത് നോക്കി പറയുമ്പം രാഹുൽ പറയുന്നുണ്ട്, അതെന്തായാലും ഞാൻ അനുഭവിക്കേണ്ടതൊന്നും അല്ല. പക്ഷേ നീ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട്. നീ ഇപ്പൊ എന്നോട് ചെയ്ത ഈ ക്രൂരതയുണ്ടല്ലോ, അതിന് നീ എന്തായാലും അനുഭവിച്ചിരിക്കുമെന്ന് പറയുമ്പം അതെ അമ്മായിയച്ച, നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ മകളുടെ കയ്യിൽ കുറച്ച് സ്വർണം കൂടി മിച്ചമുണ്ട്. അതുകൂടി എങ്ങനെയും അവളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഞാൻ അവളെയും കൂട്ടി അങ്ങ് അമേരിക്കക്ക് പോകും. അമേരിക്കക്ക് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ എത്തുമ്പോൾ മോളെ ഏട്ടൻ ഇപ്പൊ വരാം, ഒരു 10 മിനിറ്റ് എന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് മുങ്ങുമെന്നും പറയുകയാണ് മനു. അപ്പൊ മനുവിന്റെ മനസ്സിലിരിപ്പൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്കിനും നീ എൻ്റെ മകളെ ചതിക്കാനാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഞാൻ ജീവിച്ചിരിക്കുമ്പം അവളുടെ ഒരു തരി സ്വർണവോ സ്വത്തോ തട്ടിയെടുക്കാൻ നിനക്ക് സാധിക്കില്ല എന്ന് കണിശം പറയുകയാണ്.
അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ സരയു വരിക കേട്ടോ. സരയു വരുമ്പം അച്ഛൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് വലിയ വിഷമമൊക്കെ ഉണ്ട് അച്ഛ. എന്ത് ചെയ്യാനാ അച്ഛ, അച്ഛൻ ഇതൊക്കെ സഹിക്കാണ്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? മനുവേട്ടനാണേലും അച്ഛന് വേണ്ടി എന്തോരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ വിഷമിക്കരുത്. അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ മാറി അച്ഛൻ പഴയതുപോലെ തന്നെ ആകുമെന്നൊക്കെ പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, മോളെ നിന്റെ അച്ഛനല്ലേടി ഞാൻ, നീ പറഞ്ഞാല് അച്ഛൻ എന്ത് കാര്യമൊക്കെ കേൾക്കുന്ന അച്ഛൻ തന്നെയല്ലേ. അതുകൊണ്ട് മോള് അച്ഛന് പറയാനുള്ള കാര്യം ഒന്ന് കേൾക്കണം. അച്ഛന് ഭ്രാന്തില്ല മോളെ, അച്ഛനെ ഭ്രാന്തനാക്കാൻ ശ്രമിക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പം സരയുവാണെങ്കിലോ അച്ഛന് ഭ്രാന്ത് മൂത്തിട്ട് തന്നെ പറയുകയാണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനു ആണെങ്കിലോ, അതേ മോളു അധിക സമയം ഇവിടെ നിന്നാലേ ശരിയാവില്ല. അച്ഛൻ്റെ കാലയിൽ ചങ്ങല ഇട്ടേക്കുന്ന കണ്ടില്ലേ, ഏത് നിമിഷം അച്ഛൻ വയലന്റ് ആവാം. അന്നേരം നീയാണോ ഞാനാണോ എന്നൊന്നും ഒരു നോട്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മോൾ അപ്പുറത്ത് പോയി അമ്മയുടെ അടുത്ത് പോയി ഇരുന്നു എന്ന് പറയുകയാണ്. അപ്പം ഭർത്താവ് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ സരയു ആണെങ്കിലോ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക കേട്ടോ. അങ്ങനെ ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നത് രൂപയാണ്. അപ്പൊ രൂപ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി അയാളെ വിളിച്ച് സംസാരിച്ചില്ലെങ്കിൽ പുള്ളിക്കാരനൊരു സംശയം വരണ്ടല്ലോ എന്ന് വിചാരിച്ച് രൂപത രാഹുലിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ ഫോൺ കണ്ടതും പെട്ടെന്ന് അവിടെ ഇരുന്ന് നിരങ്ങിയൊക്കെ പുള്ളിക്കാരൻ ഒരുവിധ ഫോൺ അങ്ങോട്ട് എടുത്ത പാടെ, മോളെ രൂപ എടി നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം, ഏട്ടാ ഞാൻ ഏട്ടന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിളിക്കുകയാണ്. ഏട്ടൻ എന്തെടുക്കാണെന്ന് ചോദിക്കുമ്പം, മോളെ ഞാൻ ഭ്രാന്താശുപത്രിയിലാണ്. എൻ്റെ ആ മരുമോനുണ്ടല്ലോ അവൻ എന്നെ ചതിച്ചതാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും ഉടനെ രൂപയാണെങ്കിൽ, നിനക്ക് കിട്ടേണ്ടത് തന്നെ ആടാ കിട്ടിയിരിക്കുന്നത്. നീ ഇതല്ല ഇതിന്റെ അപ്പുറത്തെ അനുഭവങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എൻ്റെ ജീവിതം കുളം തോണ്ടിയതല്ലേ, അതുകൊണ്ട് തന്നെ നിനക്കിത് തന്നെ കിട്ടണമെന്നും പറഞ്ഞ് അവൾ ഇങ്ങനെ മനസ്സിൽ പറയുമ്പോഴത്തേക്കിനും എനിക്കറിയാം എൻ്റെ രൂപയ്ക്ക് ഒരുപാട് വിഷമമായെന്നുള്ളത്. ഏട്ടന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഏട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പുറത്തിറങ്ങും. അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവിടെ അവൻ്റെ കാര്യം എന്തായി? അവനെ ഇങ്ങനെ വെച്ച് വളർത്തിയാൽ എങ്ങനെയാ ശരിയാവുന്നതെന്നൊക്കെ ചോദിക്കുമ്പം, ഏട്ടാ അത് തന്നെയാണ് ഞാൻ ഏട്ടനെ വിളിച്ചത്. എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് അയാളെ കൊല്ലാനായിട്ടൊരു മടിയുണ്ട്. മോളെ നീ വിഷമിക്കുമൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഒരുമിച്ച് താമസിച്ചുകൊണ്ടായിരിക്കും നിനക്ക് അവനെ കൊല്ലാൻ ഒരു മടിയൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞു തരാം. നീ ഒരു കാര്യം ചെയ്യ്, അവനുമായിട്ട് കുറച്ച് ദിവസം ഒന്ന് പുറത്തു പോകും. അപ്പൊ പോകുന്ന സമയത്ത് നീ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. എൻ്റെ ആൾക്കാരെ ഞാൻ അവൻ്റെ പിന്നാലെ അയച്ചോളാം. അവരവൻ്റെ കാര്യം തീരുമാനമാക്കുമെന്ന് പറയുമ്പം രൂപയാണെങ്കിലോ തീരുമാനമാക്കും. നീ മുഴുഭ്രാന്തനായിട്ട് ആശുപത്രി കിടന്ന് വലയുന്നത് ഞാൻ കാണൂടാ ദുഷ്ടാന്നും പറഞ്ഞ്, എന്നാ ആയിക്കോട്ടെ ഏട്ടാ, ഇനിയിപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ നേരെ സംസാരിച്ചാൽ മതി. ഫോണിൽ കൂടെ സംസാരിച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് പറയുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ ഫോണൊക്കെ വെച്ചു. അപ്പം ഇച്ചിരി കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ ശാരി അങ്ങോട്ട് വരിക കേട്ടോ. ശാരി വന്നതും ശാരി ഒരു വല്ലാത്ത ചിരിച്ചിരിക്കുകയാണ് ബഗാസുരനെ നോക്കി. അപ്പോഴത്തേക്കിനും, എന്താ ശാരി നിനക്ക് സന്തോഷമായല്ലേ എന്നെ ഇവിടെ ആശുപത്രിയിലാക്കിയിട്ട്? നീയും നിന്റെ മരുമോനും കൂടി ചേർന്നാണല്ലോ ഈ ചതി എന്നോട് ചെയ്തത്. അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനിയിപ്പം നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അപ്പം ശാരി ആണെങ്കിലോ നമ്മുടെ രൂപയും രാഹുലും കൂടി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മറിഞ്ഞിരുന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് ഇവൾ ഇതൊക്കെ സംസാരിക്കുന്നത്. അപ്പം ബഗാസുരന് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്താ ശാരി നിനക്ക് പ്രശ്നം? നീ എന്താ വല്ലാത്തൊരു ചിരിയൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നത്? എൻ്റെ ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, അതൊന്നും ഇല്ല, എൻ്റെ രാഹുലേട്ടൻ്റെ എല്ലാ വയ്യായികകളും ഒക്കെ മാറും കേട്ടോ. ഇനി രാഹുലേട്ടൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നും പറഞ്ഞ് ശാരി പതുക്കെ നമ്മുടെ സരയുവിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ സരയു അവിടെ ഇങ്ങനെ, അമ്മ അച്ഛൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് വലിയ വിഷമമൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് സങ്കടപ്പെടുമ്പോഴത്തേക്കിനും, മോളെ നീ വിഷമിക്കുമൊന്നും വേണ്ട. എന്തായാലും അമ്മ ഒരു കാര്യം കണ്ടെത്തി. അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയുടെ മുഖത്ത് എന്താ ഒരു വല്ലാത്ത സന്തോഷമൊക്കെ ഉണ്ടല്ലോ. മോളെ നിന്റെ അച്ഛനും നിന്റെ രൂപാന്റിയും കൂടി ചേർന്നിട്ടുള്ള കളിയാണ് സേനനെ തീർക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ രൂപയും സേനനും തമ്മിൽ ഒന്നായിട്ടൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സരയുവിന്റെ മനസ്സിൽ ലഡു പൊട്ടുകയാണ്. അപ്പൊ സരയുവിന് വലിയ സന്തോഷമൊക്കെ ആയി. ശരിയാണോ അമ്മ പറയുന്നത് ശരി തന്നെയാണോ? ആടി മോളെ, നിന്റെ അച്ഛൻ ആ കാര്യം അമ്മയുടെ അടുത്തും നിന്റെ അടുത്തും ഒക്കെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പതാ ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്തെ നിന്റെ അച്ഛൻ രൂപാന്റിയോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. അങ്ങനെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സരയു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ടല്ലോ അമ്മേ. ഉണ്ട് മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട. നഷ്ടപ്പെട്ടു പോയതെല്ലാം നമുക്ക് തിരികെ പിടിക്കാൻ സാധിക്കും. പിന്നെ രൂപയാണെങ്കിൽ അയാൾ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുള്ളൂ.
സേനന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുകയും ചെയ്യും. അപ്പം ഇനി എന്തായാലും മോൾക്ക് അർഹതപ്പെട്ടതെല്ലാം നിന്റെ അച്ഛൻ തന്നെ നേടിത്തരും. പക്ഷെ എന്നാലും അച്ഛൻ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടല്ലോ അമ്മേ, അതിനിപ്പോൾ നമ്മൾ എന്തു ചെയ്യും മോളെ? അത് ഭ്രാന്തല്ലേ, അത് ചികിത്സിക്കാണ്ട് മാറുമോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു നിൽക്കുന്ന ശാരിയെയും സരീനയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്